ഇന്ന് നമുക്ക് തെർമോഡൈനാമിക്സിൽ വരുന്ന ഒരു MC ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ഓഫ് തെർമോഡൈനാമിക് സിസ്റ്റം? പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ബോയിലിംഗ് പോയിന്റ്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ ഇന്റൻസീവ് പ്രോപ്പർട്ടി അതിൽ എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടിയും കാണാതെ പഠിച്ച് എക്സാമ്പിൾ വെച്ച് നമ്മൾ അപ്രോച്ച് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നിന്ന് മാറി നമുക്ക് ഇത് എങ്ങനെ ചെയ്ത് നോക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ ഒരു റൂം ഇവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ റൂം കൺസിഡർ ചെയ്തിട്ട് അവിടെയുള്ള പ്രഷർ, അതേപോലെ തന്നെ ടെമ്പറേച്ചർ, ദെൻ ബോയിലിംഗ് പോയിന്റ് കണ്ടുപിടിച്ചു, ദെൻ വോളിയം കണ്ടുപിടിച്ചു. അപ്പോൾ സർട്ടൻ വാല്യൂസ് അതിന് കിട്ടിയെന്ന് മനസ്സിലാക്കി. ഇനി ഇതേ റൂമിൽ ഞാൻ എന്തായത് ഈക്വൽ ഹാഫ് ആക്കി മാറ്റിയതിന് ശേഷം സെയിം പ്രൊസീജിയർ വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്തു. അപ്പോൾ അവിടെ നോക്കിയ സമയത്ത് പ്രഷറിന് യാതൊരു ചേഞ്ചും വന്നിട്ടില്ല, ടെമ്പറേച്ചറും ചേഞ്ച് വന്നിട്ടില്ല, അവിടെയുള്ള മോളിക്യൂൾസിൻ്റെ ബോയിലിംഗ് പോയിന്റും ചേഞ്ച് വന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലായി. അതേപോലെ തന്നെ ലാസ്റ്റ് നമ്മൾ വോളിയം നോക്കിയ സമയത്ത് വോളിയത്തിന് ചേഞ്ച് വന്നിട്ടുണ്ട്. അവിടെ മാസ് മാറിയപ്പോൾ അവിടെ വോളിയം ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അത് എക്സ്റ്റൻസീവ് പ്രോപ്പർട്ടി ആണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി.